പുരുഷനെന്ന സ്ത്രീ എന്ന വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രഹാമിന്റെ സന്തതി അവകാശികളുമാണ്. വാക്യങ്ങൾ. ഫൈസേരിൽ നിക്കോദമസ് എന്ന പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അവൻ രാത്രി യേശുവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണ് ഞങ്ങൾ അറിയുന്നു. ദൈവം തൻ്റെ കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. രണ്ടാമത് ജനിക്കാൻ അവന് കഴിയുമോ? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. നിങ്ങൾ വീണ്ടും ജനിക്കണം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട. കാറ്റ് അതിനിഷ്ടമുള്ളതിലേക്ക് വീശുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അതെവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും. നിന്റെ കൽപ്പന അനുവർത്തിക്കുന്ന ഞങ്ങളെ ഭൂമിയിൽ സ്വർഗ്ഗരാജ്യം സ്ഥാപിക്കുവാൻ നീ നിയോഗിച്ച സഭ ഞങ്ങളിലൂടെ ആ ദൗത്യം പൂർത്തിയാകും. മനുഷ്യരെല്ലാവരും ഒരു ഒരാലയത്തിൽ ഒന്നു ചേരുന്ന നിന്റെ രക്ഷാകൃതനും സമജാതമാകട്ടെ. ഞങ്ങൾ പരികർമ്മം ചെയ്യുന്ന ഈ സുഖദാസ പരിശുദ്ധാത്മാവിനെ ചൈതന്യത്താണ് ഈ ശിശുവിനെ നെറ്റിച്ചിലേക്ക് കവാടമായി പകരുകയും സാരത്തിനെ നാഥൻ നമുക്കെല്ലാവർക്കും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിശ്വാസം ഏറ്റുപറയാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. നഷ്ടപ്പെട്ടു പോയവരെ അന്വേഷിച്ച് കണ്ടെത്തുകയും ചിതറിപ്പോയവരെ ഒരുമിച്ച് വിടുകയും ചെയ്യുന്ന കർത്താവ്, നിന്നെ സഭയിൽ പുരോഗത ശുശ്രൂഷ ചെയ്യുവാൻ വിനീതനായ ഈ ദാസിനെ അങ്ങ് തിരഞ്ഞെടുത്തുവല്ലോ. സകല നീതിയും പൂർത്തിയാക്കുവാൻ വേണ്ടി യോർദാനിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിക്കുകയും മാമോദീസ നൽകാൻ സ്നേഹിതന്മാരെ നിയോഗിക്കുകയും ചെയ്ത കർത്താവ്,
ഈ കൂടാശ യഥാവിധി പരികർമ്മം ചെയ്യുവാൻ എന്നെ യോഗ്യനാക്കണമേ. സകലത്തിനെയും മാത്രം സ്വീകരിച്ചപ്പോൾ ഈശോയുടെ മേൽ ഇറങ്ങി വസിച്ചവനും മനുഷ്യപ്രവൃത്തിയെ നവീകരിക്കുന്നതുമായ പരിശുദ്ധാത്മാവ് ഈ ജലത്തിൽ ഇറങ്ങി വസിക്കുമാറാകട്ടെ. അവിടുന്ന് ആവസിക്കുന്ന ഈ ജലത്തിൽ സ്നാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുമാറാകട്ടെ. ശരീരത്തിലും ആത്മാവിലും അംഗീകരിക്കപ്പെട്ട് അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും പ്രഭുത്വയും സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദീസാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധ തൈലത്തോട് കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നിഷ്കളങ്കമായി ജീവിക്കുവാൻ എന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. ലോകത്തിന്റെ പ്രകാശമായ മിശിഹ നിങ്ങൾക്ക് മാർഗദീപമായിരിക്കുകയും സൈഡിലേക്ക് നൽകുന്നത് ചോദ്യത്തിന് 6 പേരും പരിശുദ്ധാത്മാവിനായി വിവിധരായി വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട മിശിഹായ്ക്ക് സാക്ഷ്യം നൽകുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ദാനം ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവേ നീയേഴും വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയട്ടെ. സ്വർഗ്ഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗ്ഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിക്കുമാറ്റിലും ചന്ദ്രമേറുന്ന ദീപമേ. ഏഴുവാത്മാവിലാശവീശുന്ന മോഹനാം ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീയേഴും വഴി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയട്ടെ. സ്നേഹക്കാരനെ പരിശുദ്ധാത്മാവിനെ സത്യപ്രതിജ്ഞാനത്തിലെ അനുഗ്രഹദാനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സ്നേഹക്കാരനെ പിതാവിനെയും വഴി പരിശുദ്ധാത്മാവിന്റെ ദാനം ഇന്നും സഭയിൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങ് ഈ വിലയും അങ്ങയുടെ ദാസന് നൽകിയത് എളിയവരായ യോഗ്യരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ മാമോദീസായിലൂടെ പുതുജനവും മിശിഹായുടെ മൗലിക ശരീരത്തിൽ അംഗത്വവും നിത്യജീവനിലേക്കുള്ള അവകാശവും നിങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഈ ദാസരെ മുദ്രിതരാക്കണമേ. ആകാശ പിതാവേ
പുത്രസ്വീകാരത്തിന്റെ ആത്മാവിൽ ഈ ദിവ്യാത്മാവിനും സുവിശേഷത്തിന്റെ സാക്ഷ്യത്തിന് ധീരമടയാകുകയും സഭയുടെ വിശ്വസ്തദാസരുമായി ജീവിക്കുവാൻ ഇവരെ ശക്തരാകുന്നു. അമ്മയുടെ ആത്മാവിനായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തയും സൗമ്യതയും ആത്മസംയമനവും ഇവിടെ ഇവരിൽ നിറയട്ടെ. അങ്ങയുടെ അനുഗ്രഹത്താൽ നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഈ ദാസർക്കിടയാകട്ടെ. ഞങ്ങൾ അങ്ങയെയും അങ്ങയുടെ പ്രിയപുത്രർക്കും പരിശുദ്ധാത്മാവിന്റെ സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഓർമ്മയാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു ഇപ്പോഴും എപ്പോഴും. ഇവർ ആരംഭിച്ചിരിക്കുന്ന നവജീവിതവും ധരിച്ചിരിക്കുന്ന നീതിയുടെ കവചവും ശത്രുവിന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഈ ദാസരെ സംരക്ഷിക്കട്ടെ. മിശിഹായുടെ പരിമളവും ജീവിതത്തിൽ ഗുണങ്ങളും പ്രസരിപ്പിക്കുവാൻ ഇവർക്ക് ഇടയാകുകയും ചെയ്യും. മാമോദിസയുടെ ദൈവോത്തരായി തീർന്ന ഈ ശിശുക്കളോടുകൂടി നമുക്ക് സ്വർഗ്ഗസ്നാജിക്കുകയും സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ, നമ്മുടെ നാമം പൂജിതമാകണമേ, നമ്മുടെ രാജ്യം വരണമേ, നമ്മുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. രാജ്യവും ശക്തിയും ആമേൻ. കർത്താവായ ദൈവമേ, പാപം നീക്കുന്ന ദിവ്യകുഞ്ഞാടായ ഈശോയുടെ ദിവ്യപുത്രനായ ഈ ശിശുവിന് അങ്ങ് കഴുകി വിശുദ്ധീകരിച്ചു. പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് ഞങ്ങളുടെ കർത്താവ് ചെയ്ത വാഗ്ദാനം ഈ ദാസരെ നിറവേറ്റുന്ന ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ അങ്ങയുടെയും ഈ മക്കളെയും മിശിഹായുടെ കൂട്ടവകാശിയും പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സമ്പന്നവുമാക്കിയതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ദാസൻ ആത്മാവിലും സത്യത്തിലും അങ്ങയെ മകൾക്കുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പരിശുദ്ധ കന്യാമറിയത്തിന്റെയും മാർഗ്ഗദർശനത്തിന്റെയും വിശ്വസ്നേഹിതന്മാരുടെയും ഞങ്ങളുടെ പിതാവായ തോമാസ്ലീഹായുടെയും വേദസാക്ഷിയുടെയും സകല വിശുദ്ധരുടെയും ഞങ്ങളുടെ ഈ സഭയിൽ വാഴ്ത്തപ്പെട്ടവരുടെയും പിതാവും മധ്യസ്ഥ പരിശുദ്ധ കന്യാമറിയത്തിന്റെ പ്രാർത്ഥനയും ഈ ശിശുക്കളുടെയും നാമത്തിന്റെ കാരണഭൂതരായ വിശുദ്ധരുടെ ജീവിതമാക്കുകയും ഇവർക്ക് മണ്ണിനാൽ ദൈവമായിരിക്കട്ടെ. ആമേൻ. മാമോദീസായിലൂടെ ദൈവമക്കളുടെ പദവിയിലേക്ക് നിങ്ങളെ ഉയർത്തിയ ദൈവം വാഴ്ത്തപ്പെട്ടവരാകുക. തിരുസഭയുടെയും വിശ്വസ്തരായി ജീവിക്കുവാൻ അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു എന്നും സുവിശേഷത്തിന്റെ സാക്ഷ്യത്തിലേക്ക് ധീരപേക്ഷയിലാകട്ടെ. കണ്ണു കണ്ടിട്ടില്ലാത്തതും കാതു കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ സ്വർഗ്ഗഭാഗ്യത്തിനും അവകാശങ്ങളെ സംരക്ഷിക്കട്ടെ. മാതാപിതാക്കന്മാർക്ക് ആശാകേന്ദ്രവും കുടുംബത്തിന്റെ പ്രകാശവും നാടിന് സേവന മാതൃകയുമാക്കുവാൻ ദൈവം നിങ്ങളെ യോഗ്യരാകട്ടെ. ഈ തിരുകർമ്മങ്ങളിൽ പങ്കുകൊണ്ട എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും. ദിവ്യസക്രാരിയിൽ ഈശോ വാഴുന്നിതാ. പൂജ്യമാമോസ്തിയിൽ ദിവ്യകാരുണ്യമായി ദിവ്യസക്രാരിയിൽ ഈശോ വാഴുന്നിതാ. പൂജ്യമാമോസ്തിയിൽ ദിവ്യകാരുണ്യമായി നിത്യജീവൻ തരാൻ സ്വർഗരാജ്യം തരാൻ സ്നേഹകൂദാശയായി ഈശോ അണയുന്നിതാ. നിത്യജീവൻ തരാൻ സ്വർഗരാജ്യം തരാൻ സ്നേഹകൂദാശയായി ഈശോ